ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഡിസംബർ മാസമൊക്കെ എത്തി, നല്ല തണുപ്പൊക്കെ തുടങ്ങിയില്ലേ? ഞാനിതാ ഇന്ന് പതിവ് പോലെ തന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അടിച്ച് വാരി ക്ലീനാക്കിയിടുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ മുറ്റം ക്ലീനാക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയതാണ്. മുന്നേക്ക് ഞാൻ അടിച്ച് വാരി ക്ലീനാക്കിയതിൻ്റെ ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ മുറ്റം ക്ലീനാക്കി ഇറങ്ങും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല വെയിലൊക്കെ ആകുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളാവുമല്ലോ. അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ മുറ്റം ക്ലീനാക്കിയിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ചെടികൾക്ക് വെള്ളം നനയ്ക്കാമെന്ന് വിചാരിച്ച്. അറിയാലോ, നമ്മളിവിടെ അടുത്തൊന്ന് റെഡിയാക്കി എടുത്ത ചെടികളാണ്. അപ്പോൾ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ അടുപ്പിച്ച് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാടിപ്പോകും. ഒന്ന് സെറ്റായി കിട്ടിയാൽ പിന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണൊന്നും ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റിന് ഞാൻ കിച്ചൺ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ ക്ലീൻ ആക്കിയിടും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീന്. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ബാക്കിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിടാം. കിച്ചൺ ക്ലീൻ ആക്കിയിട്ടാൽ തന്നെ എന്തോ നല്ലൊരു സമാധാനമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ പാത്രമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ മെഡിസിൻ കഴിക്കുകയാണ്. അപ്പോൾ മെഡിസിന് നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അയൺ ഗുളികയൊന്നും കുടിക്കാണ്ട് രാവിലെ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നൊരു മിഠായി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട് മൊത്തം ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കലും കൂടെ കഴിപ്പിച്ച് പിന്നെ അലക്കലും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ക്ലീനിങ് ആണ് കഴിഞ്ഞ് കിട്ടിട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അയാനും കൂടെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി. രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിസ്തൻ്റെ ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പം എന്തായിരിക്കും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളത് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ സംഭവം ഫുൾ പിസ്തൻ്റെ കവർ ചെയ്തിട്ട് വരുന്നൊരു മിഠായിയാണ്, ചോക്ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ മറ്റേ ചോക്ലേറ്റാണ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ഇത് പിസ്തൻ്റെ ആ ഒരു ക്രീമും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ ഏട്ടത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, ഏട്ടത്തി അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അവിടുന്ന് പോന്നപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ ഒരു പുല്ലിൻ്റെ ചെടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ചെടി നമ്മൾ മുന്നേ ഗാർഡന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്പേസ് ഇട്ടിരുന്നു. അപ്പോൾ ആ സ്പേസിൽ ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ചെടി ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രീനറി പോലെ നിന്നോളും. ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ള് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. എങ്ങനെയാണ് നടക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ചെടി അധികം പൊങ്ങുമില്ല, എന്നാൽ കുറച്ച് പൊങ്ങിക്കെടുക്കും ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെടി ഞാൻ സെലക്ട് ആക്കിയത് അവിടെ നടാനും വേണ്ടിയിട്ട്. അപ്പോൾ അയാനും എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അയാനുൻ്റെ കയ്യിലുള്ള ആ ഒരു സംഭവം നോക്കണ്ട, അത് ആളെ കയ്യിൽ കത്തി തട്ടിയതാണ്. അപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവരോടൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ചെയ്യും. അപ്പം ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് തരികയാണ്.